നീ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാവുള്ളേ. ഇത് ബ്രീഡാ? ഇത് നമ്മുടെ ഇന്ത്യൻ ബ്രീഡിൽ തന്നെ വരുന്ന കർണാടകക്കാരുടെ സ്വന്തം ആൾക്കാരാണ്. മുദോൾ ഹണ്ട് എന്നാണ് ഇവന്മാരുടെ പേര്. മുദോൾ ഹണ്ട് അല്ലേ? ഇത് നമ്മുടെ മിലിറ്ററി പാരാഫോഴ്സിലൊക്കെ ഇന്ത്യൻ പാരാഫോഴ്സിലുള്ള ആൾക്കാരൊക്കെയാണ്, വലിയ പുള്ളികളൊക്കെ ആള്. ഓ അടിപൊളി. ഇവനെന്തിനാ രണ്ട് തൊടലിട്ടേക്കുന്നത്? ഇവനുണ്ടല്ലോ പിടിച്ചാ നിക്കത്തില്ല, ഭയങ്കര നല്ല ശക്തിയുണ്ട്, എന്നെ എടുത്ത് നിലത്തടിക്കാനുള്ള ശക്തിയുണ്ട്, കൈ നിക്കത്തില്ല. അതുകൊണ്ടാണ് രണ്ട് തൊടലിട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് പോലും യൂസ് ചെയ്യാത്ത, ബെൽറ്റ് ഒക്കെ വലിച്ചു പൊട്ടിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവന്. അത്രയ്ക്ക് ബലമുള്ള ഒരു നായയല്ലേ? ബലമുണ്ട് കേട്ടോ, എടുത്തടിക്കും നമ്മളെ. ഉണ്ടല്ലോ ഇവന് നമ്മൾ അഡൽട്ട് ആയപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന ആളാണ്. വന്നപ്പോൾ ഭയങ്കര അഗ്രഷനായിരുന്നു. ഇപ്പൊ ഇവന് എന്നോടും അപ്പാട് യാതൊരു ശല്യമൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഇറക്കുമ്പോൾ എന്നെ ഒന്ന് ഒലയ്ക്കും എടുത്തിട്ട്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മറ്റ് നായ്ക്കുട്ടികളെ ഇവൻ നല്ല രീതിയിൽ ഉപദ്രവിക്കും കേട്ടോ. ഉപദ്രവകാരിയാണ്. ഇവന് ഇഷ്ടമല്ലെങ്കിൽ ഇവനെ കയറി ആക്രമിക്കും. നമ്മുടെ ഈ കന്നി ചിപ്പിപ്പാറ അവരെക്കാട്ടിലും പൊടിക്ക് വലുതുമാണ്. പൊടിക്കല്ല, നല്ല രീതിയിൽ വലുതാണ്, നല്ല ശക്തിയുള്ള ആൾക്കാരാണ്. അവരെക്കാളും ബലമുള്ള ആൾക്കാരാണ്. വലിപ്പമുണ്ടല്ലോ നമ്മുടെ മുദോഹണ്ടിന്. എന്നെക്കാട്ടി ഹൈറ്റ് വരും കേട്ടോ. ഓ അടിപൊളി. പൊതുവെ ഇങ്ങനെ മെലിഞ്ഞേ ഇരിക്കത്തുള്ളോ? ഇവരെത്ര ഫുഡ് കൊടുത്താലും മെലിഞ്ഞേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇവര് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിന് ഒരു ഉദാഹരണമാണ്. ഇതുകൊണ്ട് ഇവരെ കാലയിലൊക്കെ മസിൽ കണ്ടോ? ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗിന്റെ ലക്ഷണങ്ങളാണിത്. പിന്നെ എല്ലാവരും പറയും കഞ്ഞി കുടിക്കാത്ത വീട്ടിലേക്കാണ്. അങ്ങനൊന്നുമില്ല, എത്ര ഫുഡ് കൊടുത്താലും മെലിഞ്ഞേ ഇരിക്കത്തുള്ളൂ. മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് നല്ല രീതിയിൽ വേട്ടയാടാൻ പറ്റും. നല്ല സ്പീഡിൽ ഇവന്മാർ ഓടും കേട്ടോ. വേട്ടപ്പട്ടിയാണല്ലേ? വേട്ടപ്പട്ടി തന്നെയാണ്, പക്കാ വേട്ടപ്പട്ടിയാണ്. പിന്നെ എല്ലാവർക്കും തെറ്റ് വേട്ടപ്പട്ടിയാണ്. പിന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും പറയും കൊടിച്ചിപ്പട്ടിയാണ്, കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്നൊക്കെ പറയും. വെറും തോന്നലാണ്. നല്ല രീതിയിൽ അഗ്രഷനോടുള്ള ആൾക്കാരാണ്. എന്നാലുണ്ടല്ലോ ഇവരെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ലേഡീസ് വളർത്തുന്ന, അവരുടെ ഒപ്പം നടത്തിയൊക്കെ വളർത്തുന്നുണ്ട്. ഇവനാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അഡൽട്ട് ആയപ്പോൾ തന്നെ കിട്ടിയതാണ്. അതുകൊണ്ടാണ് അവൻ ഈ ലീഷ് ഇല്ലാതെ നമ്മളോട് നിൽക്കത്തില്ല. ലീഷ് ഇട്ടാലേ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമറാമാനെയൊക്കെ എടുത്ത് നിലത്തടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ എല്ലൊക്കെ ഉരി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ വരുവേ. ചിപ്പിപ്പാറയൊക്കെ ഈ മിലിറ്ററി ഫോഴ്സിലേക്ക് എടുക്കാതെ ഇവരെ എന്തുകൊണ്ടായിരിക്കും എടുത്തത്? ഇവരും കന്നിയും ചിപ്പിപ്പാറ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരേപോലെ അല്ലേ? അല്ല, ഏകദേശം ഒരു സ്ട്രക്ചർ ഒരുപോലെയാണെന്ന് പറഞ്ഞാലും ഈ കന്നിയും ഇവന്മാരെയും കൂടെ നിർത്തി നോക്കുമ്പോൾ ഹൈറ്റ് കൊണ്ട് ഏറ്റവും വലിപ്പം ഇവന്മാർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ബലം, നല്ല രീതിയിലുള്ള ബലമുണ്ട്. കന്നിയെക്കാട്ടിലൊക്കെ നല്ല രീതിയിലുള്ള ബലമുണ്ട്. ഇവന്മാർ നല്ല പവർഫുൾ ആയിട്ട് നല്ല ബൈറ്റ് ഫോഴ്സ് ഉള്ള നായകളാണ് ഇവന്മാർ. ബൈറ്റ് ഫോഴ്സ് കൊണ്ട് നല്ല ബലമാണ്. ഒരടി കിട്ടിയാൽ നല്ല കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന പോലെ കേട്ടോ. ഈ ഒരുത്തം മാത്രമേ ഉള്ളൂ നമ്മുടെ മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഏകദേശം ഒരു 2 മെയിലുണ്ട്, 4 ഫീമെയിലുമാണ് നമ്മുടെ ഉള്ളത്. പിന്നെ ഞാൻ ഇവന്മാരെ അങ്ങോട്ട് ക്യാമറയ്ക്ക് മുന്നേ കൊണ്ടുവരാത്തതെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടില്ല, 2 തൊടലിട്ടിട്ട് പോലും ഇവന്മാർക്ക് എന്റെ കൈ നിക്കത്തില്ല. വെട്ടിച്ചു പോവല്ലേ, നമ്മളെ അങ്ങ് എടുത്ത് കൊടയും. കൈ വിട്ടു പോയാ പോയി സാധനങ്ങള്. കുഞ്ഞിലെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറുതിലെ തൊട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് വളർത്തുവാണെങ്കിൽ ഇവന്മാർ നമ്മുടെ ഒപ്പം നടന്ന് വളർന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, ഇവനെ നമുക്ക് വലുതായപ്പോഴാണ് കിട്ടിയത്. പക്ഷെ അവൻ ഇത്രയും നമ്മളോട് ഇണങ്ങി, നമ്മളോടൊന്ന് സഹകരിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവന് ക്യാമറമാനെ കണ്ടത്ര നല്ല പരിചയമൊന്നുമില്ല. അപ്പം അവനോടും ഭയങ്കര അഗ്രഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ കന്നി ചിപ്പിപ്പാറക്കാളി ഇവന്മാരുടെ പല്ല് കുറച്ചുകൂടെ കൂർത്ത പല്ലുമാണ്. മുഖത്തിന് നീട്ടം ശ്രദ്ധിച്ചോ? നീട്ടമുണ്ട്. വാല് കണ്ടോ? കന്നിയുടെയും ചിപ്പിപ്പാറയുടെയും വാല് ഇങ്ങനെ കമ്പ് പോലെ ഇങ്ങനെ ഇരിക്കും. വ്യത്യസ്തമുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് കന്നി ചിപ്പിപ്പാറയും തമ്മിൽ വ്യത്യാസം. ഇവന്മാരെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ പിന്നെ ആഗ്രഹിക്കും വളർത്താൻ. അത്രയ്ക്ക് നല്ല കാവൽ നായയാണ്. നമ്മൾ ഇതുവരെ ക്യാമറയ്ക്ക് മുന്നേ കാണിക്കാത്ത 2 വ്യക്തികളുണ്ട് മുദോൾ ഹണ്ടിൽ. അത് നമ്മൾ പതുക്കെ ഒരു സർപ്രൈസ് ആയിട്ടേ കാണിക്കത്തുള്ളേ. ആഹാര രീതിയൊക്കെ എങ്ങനെയാ? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ആഹാരം കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും ഇവന്മാരെ. കുഴപ്പമൊന്നുമില്ല. ഓവർ ക്വാണ്ടിറ്റി വേണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനനുസരിച്ച് അവർ കഴിക്കില്ല. ഒരുപാട് വാരി വലിച്ച് തിന്നുന്ന ആൾക്കാരൊന്നും അല്ല. പിന്നെ നമുക്ക് ഇച്ചിരി ഗുമ്മായിട്ടൊക്കെ കാണണമെങ്കിൽ സപ്ലിമെന്റ്സ് കൊടുക്കണം. അതുപോലെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. മുട്ട കൊടുക്കാം. പിന്നെ വെജിറ്റേറിയൻ, അതായത് നമ്മുടെ ഫ്രൂട്ട്സ്, തണ്ണിമത്തങ്ങ, അതുപോലെ തന്നെ മത്തങ്ങ, ഇതൊക്കെ കൊടുത്ത് നമുക്ക് വളർത്തുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇവന്മാരെ എന്ന് വെച്ചാണല്ലോ, ഇവന്മാരുടെ ഹെൽത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട നല്ല എക്സസൈസാണ്. നല്ല ചാടാനും ഓടാനും നടക്കാനും ഉള്ള ഒരു സൗകര്യം ഇവന്മാർക്ക് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ ഓടുകയും ചാടും ഒക്കെ വേണം. അതുപോലെ തന്നെ ഇവരെ കൂട്ടിയിട്ട് വളർത്തുന്ന ഒരു നായയല്ല. എന്നാൽ അവർക്ക് അത്യാവശ്യം ഒരു കൂട് വേണം. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കൂട്ടിലാക്കേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവർക്കൊരു കൂട് അത്യാവശ്യമാണ്. ഇവരുടെ കൂടിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴുണ്ടല്ലോ, ഇവർക്ക് ആ കൂട്ടിലും നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു
ഇത് വേണം. അതുപോലെ തന്നെ എണ്ണീറ്റ് നിൽക്കുമ്പോൾ ഇവന്മാരുടെ തല മുട്ടല്ലേ, അതായത് ടോപ്പ് വശം. അപ്പോൾ എണ്ണീറ്റ് നിന്ന് അവരുടെ തല മുട്ടാത്ത രീതി, ഇവർക്ക് നല്ല നടു വളയാത്ത ഇവരെ രീതിയിൽ കൂട്ടിലിട്ട് വളർത്താതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? കൂട്ടിലിട്ട് വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ എല്ലാവരും ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇവർക്കൊരു കൂട് വേണം.